സംസ്ഥാനത്ത് സർവകലാശാലകളുടെ പ്രതിസന്ധിയിൽ രാജ്ഭവൻ ഇടപെട്ടതോടെ തിരിച്ചടി ഭയന്ന അനുനയ നീക്കത്തിനൊരുങ്ങുകയാണ് സർക്കാർ. മുഖ്യമന്ത്രി വഴി പ്രശ്നം ഒതുക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. കേരള സർവകലാശാല വിസിയെ അനുനയിപ്പിക്കാനും പ്രശ്നം ഒതുക്കാനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 27-ന് മുൻപ് വിഷയത്തിൽ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗവും ചേരും. എസ് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാരായ ആർ ബിന്ദുവും മറ്റും ഗവർണറെ കാണുമെന്ന് അറിയിച്ചിരുന്നു. ഗവർണർ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വഴിയാണ് ഇപ്പോൾ അനുനയ നീക്കങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്, അല്ലേ? ദേവിക, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ സൂചനകൾ നൽകിക്കൊണ്ടുള്ള മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതാണല്ലോ, അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ വി സിയുമായി ഒരു ചർച്ച നടത്താനും ഒപ്പം തന്നെ അത് പിന്നീട് ഗവർണറുമായി, ചാൻസലറാണ്, സർവകലാശാലകളുടെ അധിപനാണ്, അദ്ദേഹവുമായി ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങാനും പ്രതിസന്ധി പരിഹരിക്കാനും തങ്ങൾ തയ്യാറാണ് എന്നുള്ള സൂചന മന്ത്രി നൽകുകയും ചെയ്തത്. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം കേരള സർവകലാശാല വി സി തലസ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹവുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. മന്ത്രി വീട്ടിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്തുകയും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അരമണിക്കൂർ നീണ്ടുനിന്ന ചർച്ച വി സി നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗവർണറെ കാണാൻ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ള സൂചന മന്ത്രി നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് നിലവിലില്ല, അല്ലെങ്കിൽ തന്റെ നിലപാട് ശരിയാണ് എന്നുള്ള അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വി സി. രജിസ്ട്രാർ അടക്കമുള്ളവർ ഭാരതാംബ വിഷയത്തിലെടുത്ത നിലപാട്, ഒപ്പം തന്നെ സർവകലാശാലയിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ രജിസ്ട്രാർ സ്വീകരിച്ച നടപടി, അതേ തുടർന്നുണ്ടായ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ രജിസ്ട്രാറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അംഗീകരിക്കും വരെ തന്റെ നിലപാട് തുടരുമെന്നുള്ളതാണ് വി സി ഡോക്ടർ മോഹൻ കുന്നുമേൽ അറിയിച്ചിട്ടുള്ളത്. അതിലെന്ത് നിലപാട് മന്ത്രി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്തായാലും ഒരു അനുരഞ്ജന നീക്കം, പ്രത്യേകിച്ച് സർവകലാശാലകളിൽ കനത്ത പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യം കേരള സർവകലാശാല ഉദാഹരണമായി എടുക്കുകയാണെങ്കിലും സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ സർക്കാർ ഗവർണർ പോര് മുറുകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റുകളടക്കം ഒപ്പുവയ്ക്കാൻ കഴിയാത്ത സാഹചര്യം, ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ പല നിയമനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ പെൻഡിംഗ് ആകുന്നു. വി സി നിയമനം അടക്കമുള്ള കാര്യങ്ങൾ പല സർവകലാശാലകളിലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം, സർക്കാരിന്റെ നോമിനി അടക്കം നൽകാത്തതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ രാജ്ഭവന് കഴിയാത്തൊരു പശ്ചാത്തലം. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഒരു അടിയന്തര ഇടപെടൽ സർക്കാർ തലത്തിൽ നടത്താൻ പോകുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും ഗവർണറുമായി, സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറുമായി ഒത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. അതിന്റെ സൂചനയാണ് ഇപ്പോൾ മന്ത്രി നൽകുകയും ചെയ്തത്. എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയും തലസ്ഥാനത്ത് ഇല്ല, ഗവർണറും മുഖ്യമന്ത്രിയും ഡൽഹിയിലാണ്. ഇരുവരും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ അത്തരത്തിലൊരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തും. മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ കാണാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും ഗവർണറെ കാണാനുള്ള സാധ്യതകളുണ്ട്. നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആലോചിച്ച ശേഷം പ്രശ്ന പരിഹാരത്തിനുള്ളൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടക്കുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ നിലപാട് കടുപ്പിച്ച് വി സി, കേരള സർവകലാശാല വി സി തുടരുന്ന സാഹചര്യം, കൂടാതെ തന്നെ ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടും സ്റ്റാൻഡും ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലം, നിരവധി ഘട്ടങ്ങളിൽ ശാസനയടക്കം രാജ്ഭവൻ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇടപെടൽ കടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആ അനുനയ നീക്കത്തിന് ഗവർണർ നിന്നുകൊടുക്കുമോ അതോ വി സി എടുത്ത നിലപാട് ഗവർണറും ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.